ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇതിനകം 250 കോടിയിലധികം കളക്ഷൻ നേടിയ ലോകയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ എത്രയായിരുന്നു എന്നറിയാമോ? എത്ര ദിവസം കൊണ്ടാണ് ഈ സിനിമ 100 കോടി ക്ലബിൽ കയറിയതെന്ന് അറിയണ്ടേ? അതുപോലെ കേരളത്തിൽ മാത്രം ഇതുവരെ എത്ര കോടി രൂപയുടെ ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ടാവും? ഇതൊക്കെ അറിയാനായിട്ട് നമുക്കിതിൻ്റെ മുടക്കുമുതലും പ്രോഫിറ്റും ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചത് DQവിൻ്റെ ഉടമസ്ഥതയിലുള്ള വേഫെയറർ ഫിലിംസ് ആണ്. രണ്ടായിരത്തി 20-ലാണ് ഡൊമിനിക് അരുൺ ദുൽഖറിനോട് ലോകയുടെ കഥ പറയുന്നത്. ത്രെഡ് ഇഷ്ടപ്പെട്ട DQ ഇത് നന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നാൽ സിനിമ നിർമ്മിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ സ്ക്രിപ്റ്റ് ഏകദേശ രൂപമാക്കി വേഫെയറിന്റെ ചിലവിൽ പ്രീ പ്രൊഡക്ഷൻ ആരംഭിച്ചത് 2024 സെപ്റ്റംബർ 12 മുതലാണ്. ഇതിൽ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിനുള്ള ചിലവുകൾ, അതായത് സംവിധായകനും കൂട്ടർക്കുമുള്ള താമസം, ഭക്ഷണം, ലൊക്കേഷൻ ഹണ്ടിനായുള്ള യാത്രാ ചിലവുകൾ, പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി ഒക്കെ ഉൾപ്പെടും. അതെല്ലാം പൂർത്തിയാക്കി പ്രീ പ്രൊഡക്ഷനിൽ നിന്നും പ്രൊഡക്ഷനിലേക്ക് കടന്ന സിനിമ 2025 ജനുവരി 30-ന് ഷൂട്ട് പാക്കപ്പ് ചെയ്തു. ഈ സിനിമയുടെ ചിത്രീകരണം 94 ദിവസം നീണ്ടുനിന്നു. പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണ് ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരിക. തുടർന്ന് പോസ്റ്റ് പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് സിനിമ റിലീസിനായി ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മൊത്തം 30 കോടി രൂപ ലോകയ്ക്ക് ബഡ്ജറ്റായി. എന്നാൽ ഈ 30 കോടിക്ക് ചെയ്തു വെച്ചത് 300 കോടിയുടെ വില മതിക്കുന്ന ഫ്രെയിമുകളാണെന്ന് സിനിമ റിലീസായപ്പോൾ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരും പരസ്പരം പറഞ്ഞു. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഒഴുകി. Truly an international stuff from our Mollywood. 100 கோடி 150 கோடின்னு இங்க போட்டு குப்பை படத்தை எடுக்கிறாங்க. சீரியஸா சொல்றேன், குப்பை படத்தை எடுக்கிறாங்க. பாத்துட்டு தூக்கி குப்பையில போற மாதிரி தான் இருக்கு. இது 30 கோடி தான் பட்ஜெட்டா. கிராஃபிக்ஸ் அல்டிமேட்டா இருந்துச்சு. Everyone who has worked this movie, oh you guys are poli. അങ്ങനെ വേൾഡ് വൈഡായി റിലീസ് ചെയ്ത ലോക സിനിമ ആദ്യ ദിവസം 3 കോടി 15 ലക്ഷം രൂപ കളക്ഷൻ നേടി. ഇതിൽ 2 കോടി 65 ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രമായിരുന്നു. തുടർന്ന് ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ 63.8 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ലോക വെറും 7 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തി. അങ്ങനെ ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിലെത്തിയ മലയാള സിനിമകളുടെ കൂട്ടത്തിൽ ലോകയും ഇടം പിടിച്ചു. സിനിമ 3-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നപ്പോഴേക്കും 200 കോടി ക്ലബിലുമെത്തി. നിലവിൽ ലഭ്യമായ 20 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ അത് 257 കോടി രൂപയാണ്. ഇതിൽ ഇന്ത്യൻ തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ച ഗ്രോസ് കളക്ഷൻ 146 കോടി രൂപയും ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രം നേടിയ കളക്ഷൻ 110.8 കോടി രൂപയുമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആകെ കളക്ഷൻ 111 കോടി രൂപ വരും. 257 കോടി രൂപയാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷനെങ്കിലും ടാക്സും തിയേറ്റർ ഷെയറും ഒക്കെ കഴിഞ്ഞ് ആകെ തുകയുടെ 1/3 മാത്രമാണ് നിർമ്മാണ കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റായി ലഭിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ലോക റിലീസായി വെറും 20 ദിവസം കൊണ്ട് തന്നെ 85 കോടിയിലധികം രൂപ വേഫെയറർ നിർമ്മാണ കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഈ സിനിമ കാണാൻ ആളുള്ളത് കൊണ്ട് ഈ തുക ഇനിയും ഉയരും. ഇനി മറ്റൊരു പ്രധാന പ്രോഫിറ്റ് OTT ആൻഡ് സാറ്റലൈറ്റ് കച്ചവടമാണ്. ലോക ചാപ്റ്റർ 1 ഇതുവരെയും ഒരു OTT പ്ലാറ്റ്ഫോമിനും വിറ്റതായി അറിയിപ്പൊന്നും വന്നിട്ടില്ല. ഇത് പ്രീ സെയിൽ നടത്തിയിട്ടില്ലെങ്കിൽ സിനിമ ഹിറ്റായതുകൊണ്ട് തന്നെ നല്ലൊരു തുക OTT ആൻഡ് സാറ്റലൈറ്റ് വഴി ഈ സിനിമയുടെ നിർമ്മാണ കമ്പനിയായ വേഫെയററിന് ലഭിക്കും. ഏതായാലും മലയാള സിനിമകൾ കോടി ക്ലബ്ബുകളിൽ കയറുന്നത് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ ഒരു വളർച്ചയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. സിനിമാ വ്യവസായത്തിൻ്റെ സാധ്യത ഈ കൊച്ചു കേരളവും കടന്ന് പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമ്പോൾ കൂടുതൽ ബിസിനസ്സുകാർ സിനിമാ നിർമ്മാതാക്കളുടെ കുപ്പായമണിയാൻ മുന്നോട്ട് വരുന്നുണ്ട്. അത് സിനിമയുടെ മുന്നണിയിലും പിന്നണിയിലും ഉള്ളവർക്ക് മാത്രമല്ല, പോസ്റ്റർ ഒട്ടിക്കുന്ന തൊഴിലാളികൾക്കും തിയേറ്ററിലെ ജീവനക്കാർക്കും അവിടെ കടല വിൽക്കുന്ന കച്ചവടക്കാരനും വരെ ഗുണം ചെയ്യും. അതുകൊണ്ട് ഹിറ്റുകൾ തുടരെ ഉണ്ടാവട്ടെ, മലയാളം ഫിലിം ഇൻഡസ്ട്രി സെറ്റാവട്ടെ.